അല്ലെങ്കിൽ അവർ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഒരു വരി പോലെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പ്രഷർ കുക്കർ ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിക്സി ഓൺ ചെയ്യുമ്പോഴൊക്കെ അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? എങ്കിൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ ചിലപ്പോൾ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളാവാം. നമ്മൾ വളരെ നേരത്തെ ഇതൊക്കെ തിരിച്ചറിയുകയും ഇതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലൂടെയും നമുക്ക് അവരെ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനും കഴിയും. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ, ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എഫക്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇത് നമുക്ക് എത്രത്തിൽ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും. എന്റെ കുഞ്ഞിന്റെ ഡേ കെയറില്, ആളിപ്പോ നഴ്സറിയിലാണ്, ആളെ ഡേ കെയറിൽ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമില് അവിടെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ചെറിയ ചെറിയ ഇതുപോലത്തെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ആദ്യം നോട്ടീസ് ചെയ്തത് അവിടുത്തെ ആയയാണ്. അപ്പൊ ഈ ആയ ആദ്യം ഇത് നോട്ടീസ് ചെയ്യുകയും പിന്നീട് ഇത് പാരന്റിനോട് പറയുകയും ചെയ്തു. അപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊണ്ടിട്ട് ആ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടി. അതുപോലെ തന്നെ അവന് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടായി. അപ്പൊ അവര് നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇത് തീരെ ചെറിയ കുഞ്ഞായിരുന്നു, ഒരു 2.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ 2.5 വയസ്സ് കഴിഞ്ഞ ഈ ഒരു കുട്ടിക്ക് ആ ആയ കണ്ടിട്ടുള്ള ആ ഒരു ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ കുഞ്ഞ് കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല. അവൻ വേറെ എന്ത് കാര്യം, പുതിയൊരു ടോയ് കിട്ടിയാലോ ഒന്നും അവന് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഈ ആയക്ക് കണ്ട് പിടിക്കാൻ കഴിയുകയും അത് കൃത്യസമയത്ത് തന്നെ പാരന്റ്സിനെ അറിയിക്കുകയും ചെയ്തതിലൂടെ അവന് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഈ ഓട്ടിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ തലച്ചോറ് എങ്ങനെയാണോ പുതിയ കാര്യങ്ങൾ അത് സെൻസ് ചെയ്യുന്നത്, അത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതിലുള്ള വ്യത്യാസങ്ങളായിരിക്കും. ഇത് പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ എൻ്റെ കുഞ്ഞിന്റെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ കുട്ടിയുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ പറയാം, ചിലപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അതായത് നമുക്ക് 2 തരത്തിലുള്ള ഒരു ഫോൺ നോക്കാം അല്ലെ. ഒന്ന് ആൻഡ്രോയിഡ് ഫോണും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഐഫോൺസും ഉണ്ട്. നിങ്ങൾ പലരും അത് യൂസ് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്കും ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ഒരാൾക്കും ഒരു വ്യത്യാസത്തിൽ അതിൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. കാരണം ഈ 2 ഫോണും 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ്രോയിഡിന്റെ രീതി വേറെ ആയിരിക്കും, അത് യൂസ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും, അതുപോലെ തന്നെ ഐഫോൺ യൂസ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറും. പലർക്കും പല രീതിയിലാണ് ഈ തലച്ചോറ് ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടുന്ന വിവരങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ അത് പ്രോസസ്സ് ചെയ്യുന്നതും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലേ. അവർ ഓരോ സമയം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ എങ്ങനെ അവരുടെ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റും. അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ലക്ഷണങ്ങളും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പ്രധാനമായി ഒരു 3 തരത്തിലുള്ള ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെ ഒരു സൈക്കോളജിസ്റ്റിന് തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ പീഡിയാട്രീഷ്യനെ കാണിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. അപ്പൊ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികൾ ചിലപ്പോൾ കുസൃതി കാണിക്കുകയാണ്, അല്ലെങ്കിൽ അവന് ശ്രദ്ധയില്ലാതിരിക്കുന്ന കൊണ്ടിട്ടാ ചിലപ്പോൾ പേര് വിളിക്കുമ്പോൾ തിരിച്ചറിയാത്തത്, അല്ലെങ്കിൽ അവൻ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവൻ കളിയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ റിപ്പീറ്റഡ്ലി ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഹെൽപ്പ് നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് മാത്രമല്ല, മറ്റു പല ലക്ഷണങ്ങൾ കൂടെയുണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുട്ടികളിൽ ഈ കാര്യങ്ങളും കാണാൻ കഴിയും. അപ്പോൾ അത് കൃത്യമായിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അത് ശരിക്കും ഓട്ടിസത്തിന്റെ ലക്ഷണമാണോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടിട്ടാണോ എന്നുള്ളത് നമുക്ക് കമന്റ് ബോക്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ലക്ഷണങ്ങളിൽ പ്രധാനമായത് അവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ വരുന്ന ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണ്.
കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതും അവർ മറ്റൊരാളുമായിട്ട് എങ്ങനെയാണ് ഇടപഴകുന്നതെന്ന് പഠിക്കുന്നതും ഒക്കെ ആൾക്കാരിൽ നിന്ന് തന്നെയാണ്, അല്ലേ? അപ്പൊ കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ മാത്രമേ അവരുടെ ബ്രെയിനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രൂപപ്പെടുകയും അവർക്ക് മറ്റൊരാളുമായിട്ട് സംസാരിക്കാനും ഒരു സോഷ്യൽ ബിഹേവിയർ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനും പറ്റുകയുള്ളൂ. എന്നാൽ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇങ്ങനെ മറ്റൊരാളുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല, കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ കണ്ണിൽ നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഓട്ടിസത്തിന്റെ ഒരു ലക്ഷണമാവും. അതുപോലെ തന്നെ അവരുടെ പേര് വിളിച്ചാൽ അവർ പ്രതികരിക്കുന്നില്ല, അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് മറുപടി പറയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇവർ ഒരു തരത്തിലും മറ്റു പുതിയ കുട്ടികളുമായിട്ട് അവർ കളിക്കാൻ കൂട്ടാക്കില്ല. അവർക്ക് ഓൾറെഡി അറിയാന്നുള്ള വീട്ടിൽ അമ്മ അച്ഛൻ എന്നുള്ളവരല്ലാതെ മറ്റു കുട്ടികളുമായിട്ട് ഇവർ കളിക്കാൻ തയ്യാറാകില്ല. ചിലപ്പോൾ ഒരു കളിപ്പാട്ടം വെച്ച് തന്നെ അവർ ഒരുപാട് നേരം കളിക്കും. പ്രത്യേകിച്ച് ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അവർക്ക് പുതിയൊരു കളിപ്പാട്ടമൊക്കെ കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, നോർമലി ഉള്ള കുട്ടികൾ അത് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും, അമ്മ എനിക്ക് പുതിയൊരു ടോയ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യാറുണ്ട്. പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടിക്ക് നമ്മൾ ഒരു ടോയ്, ഒരു പുതിയൊരു കാര്യം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരിൽ യാതൊരു എക്സൈറ്റ്മെന്റും നമുക്ക് കാണാൻ കഴിയില്ല. അവർ അത് കൊണ്ടുപോയി വെച്ചിട്ട് തനിയെ ഇരുന്ന് കളിക്കുന്നതൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇതിൽ രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവർക്ക് റെപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ അവർ എന്തെങ്കിലും കുത്തി വരയ്ക്കുകയാണെങ്കിൽ കുറേ സമയം അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, മറ്റൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ അവരെ അതിൽ നിന്ന് ശല്യപ്പെടുത്തുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ടോയ്സ് ഉണ്ടാവും, അല്ലേ? അപ്പൊ ഈ ടോയ്സിനെ അവരിങ്ങനെ അടുക്കി ഒരു നിര പോലെ ഇങ്ങനെ അടുക്കി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ അവർ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് ഏതെങ്കിലും ഒക്കെ പുതിയൊരു മെറ്റീരിയൽ അവർക്ക് ചിലപ്പോൾ അവർക്കത് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും, അവരത് വേണ്ട എന്നൊക്കെ പറയും, ഭയങ്കര ബഹളം ഉണ്ടാക്കും ഒക്കെ ആയിട്ടാണ്. കാരണം ഇവർക്കൊരു പാറ്റേൺ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ പാറ്റേണിൽ നിന്ന് മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ബ്രെയിനിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ ബ്രെയിനിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഓൾറെഡി അറിയാമെന്നുള്ള ഒരു കാര്യം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികൾ കഴിക്കുന്ന ഒരു ഭക്ഷണമല്ലാതെ പുതിയൊരു ഭക്ഷണം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ അത് ഭയങ്കരമായിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് അത് യൂസ്ഡ് അല്ല. അപ്പൊ അവർക്ക് അത് മറ്റെന്തോ വസ്തുവാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അവരുടെ ബ്രെയിനിന് ഈ ഒരു പുതിയൊരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കൊണ്ടിട്ടും ഇത് സംഭവിക്കാം. അതുപോലെ തന്നെ മറ്റൊരുപാട് റിപ്പീറ്റേഷൻ ആക്ടിവിറ്റീസ്, അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് മാത്രം കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് അവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഒന്ന് കുട്ടികളിൽ നിന്ന് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മറ്റൊരു ലക്ഷണമാണ് അവരുടെ സെൻസറി ഡെവലപ്മെന്റ്, അല്ലെ? നമ്മുടെ കണ്ണ്, ചെവി, അതുപോലെ തന്നെ സംസാരശേഷി, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് വളരെ സ്ലോ ആയിരിക്കും ഈ കുട്ടികൾക്ക്. അത് മാത്രമല്ല അവർക്ക് വളരെ വലിയ ഒച്ചകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അവർ ഭയങ്കരമായിട്ട് അവർ പാനിക് ആവുകയാണ് ചെയ്യുന്നത്. ഒച്ച, വെളിച്ചം, ഇതൊക്കെ അവർക്കൊരു പ്രശ്നമായിട്ട് വരും. പ്രത്യേകിച്ച് ഈവൻ നിങ്ങൾ വീട്ടിൽ കുക്കർ ഓൺ ചെയ്യുന്ന ശബ്ദമായിക്കോട്ടെ, അല്ലെങ്കിൽ മിക്സി ഓൺ ചെയ്യുന്ന ശബ്ദമായിക്കോട്ടെ, അവർ കേൾക്കാൻ പറ്റാത്ത ചെവിയൊക്കെ ഇങ്ങനെ ഈ പൊത്തി വെച്ചിട്ട് അല്ലെങ്കിൽ തലക്കിട്ട് ഇങ്ങനെയൊക്കെ ഇടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഇങ്ങനെ ഒരു ഇടി അവരിങ്ങനെ തലക്കിട്ട് ഇങ്ങനെ ഇടിക്കുക, ഇല്ലെങ്കിൽ തല കൊണ്ടുപോയി ചുമരിലൊക്കെ മുട്ടിക്കുക, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കണം. കാരണം അവരുടെ സെൻസസിന് ഈ പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി വൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൗഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് വെട്ടമുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരുപാട് ഒച്ചയുള്ള സ്ഥലം, ഇതൊന്നും കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ ബ്രെയിനിലേക്ക് അത്തരത്തിലുള്ള സെൻസസ് ഓവർലോഡായിട്ട് കരുതുകയും അത് അവരുടെ ബ്രെയിൻ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികളിൽ ഈ ഒരു ബിഹേവിയേഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികളിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികൾക്ക് ഇത് കാണുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങളത് ആ പാരൻസിനെ അറിയിക്കുക.
അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്കാണ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു 1 വീക്ക് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂസ് അവർക്ക് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ചില കുട്ടികളിൽ ഇത് അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ അതെപ്പോഴും ഓട്ടിസം ആവണം എന്നുമില്ല, ഓട്ടിസത്തിന്റെ ലക്ഷണമാവണം എന്നുമില്ല. എന്നാലും ഇത് റിപ്പീറ്റഡ്ലി കുട്ടികൾ കാണിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട് എന്നുള്ളത് അവന് തന്നെ ഇതൊരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. നിങ്ങൾക്കൊരു വളരെ കൺസേൺ ആയിട്ട് ഈ ഒരു റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലാത്തൊരവസ്ഥയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ പല കഴിവുകളുമുള്ള കുട്ടികളായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ചെറിയൊരു ഓട്ടിസത്തിന്റെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏർലി സ്റ്റേജിൽ ഇത് കണ്ടുപിടിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഈ ലക്ഷണങ്ങൾ, നിങ്ങൾക്ക് സംശയം തോന്നുന്ന ലക്ഷണങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം ശരിക്കും അത് ഓട്ടിസത്തിന്റെ ലക്ഷണം തന്നെ ആണോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഏതെങ്കിലും കുട്ടികൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വളരെ ഏർലി തന്നെ ഇത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് അവർക്ക് ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരുടെ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട്.